പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 5-ാം തീയതി തിങ്കളാഴ്ച, അതായത് 2025 ജൂലൈ 21-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം 11-ാം തീയതി വരെയുള്ള ജൂലൈ മാസം 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ സൂര്യൻ, ബുധൻ, ചിങ്ങത്തിൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും ബുധനുമാണ്. അഷ്ടമത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും, 12-ാം ഭാവത്തിൽ വ്യാഴം. ഒരു നിപുണയോഗമുള്ള സമയമാണ്. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ നന്നായി ടാലൻ്റായി കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം. ബുധനോടുകൂടി സൂര്യൻ നിൽക്കുമ്പോൾ ബുദ്ധിയും നല്ല നൈപുണ്യവും സാമർഥ്യവും ഉണ്ടാകും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2-ാം ഭാവത്തിൽ ഞാൻ പറയാൻ മറന്നു, ചൊവ്വയും കേതുവുമുണ്ട്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ഉണ്ടാക്കിയ കാശിനെ നഷ്ടപ്പെടാതെ നോക്കണം. 2-ൽ ചൊവ്വ വന്നാൽ അങ്ങനെയാണ്. യഥാത്രായതേ മർക്കട കണ്ഠഹാരം പുനഃസന്മുഖം കോ വ്രജേത് വാദഭൃഷ്ട. തൻ്റെ അതിശക്തമായ വാക്കുകൾ അല്ലെങ്കിൽ സംഭാഷണം മറ്റുള്ളവർ എന്ത് ചെയ്യുക, ഭയന്ന് പിന്മാറുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ മധ്യസ്ഥതയൊക്കെ വരുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക. ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് വാക്കിലാണ് കർക്കിടകം രാശിക്കാർ. ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് മാറും വരെ ശ്രദ്ധിക്കണം. ധനവും വാക്കും ശ്രദ്ധിക്കുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാവിധ പ്രാർത്ഥനകളും ഉപാസനകളൊക്കെ ചെയ്യേണ്ടുന്ന സമയമാണ്. കാരണം പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ധർമ്മദൈവ സങ്കേതങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം 12-ാം ഭാവത്തിലാണ്. അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്താൽ അത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ സന്ദർശനം നടത്തുക. 11-ാം ഭാവത്തിൽ കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ സ്ത്രീകൾ അന്തഃപുരത്തിൽ വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വിവാഹ തീരുമാനങ്ങൾ, സമാധാനം, സന്തോഷത്തോടു കൂടിയുള്ള തീർത്ഥാടനങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്യാം. ഭൂമി ലാഭത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങുക അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ സജീവമായി ഇറങ്ങി പുറപ്പെട്ടാൽ അതൊക്കെ നമുക്ക് വളരെ അനുകൂലമായി വരും ഈ ഒരു വാരക്കാലം. വിഷഭക്ഷണം അഥവാ ഫുഡ് പോയ്സൺ വന്ന് ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക. പൈൽസിൻ്റെ, അർശത്തിൻ്റെ അനുഭവങ്ങളും നന്നായിട്ട് വരും. ഇവിടെ 5-ാം ഭാവം നമ്മളുടെ വയറുമായി ബന്ധപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ്. ആ ചൊവ്വ കേതുവോടുകൂടെ നിൽക്കുമ്പോൾ ഡിസോർഡറായ ഒരു വയറിൻ്റെ ഉടമസ്ഥനായിരിക്കും കർക്കിടകൻ രാശിക്കാർ. ഈ ചൊവ്വയും കേതുവും മാറുന്നത് വരെയുള്ള സമയം പലപ്പോഴും മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, കുട്ടികൾക്ക് വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നന്നായി വരും. സന്താന വിഷയത്തിലേക്കും അനുകൂലമായ സമയമാണ്. സർപ്പപ്രീതിയൊക്കെ ചെയ്താൽ സന്താന വിഷയത്തിലേക്ക് വേണ്ടുന്ന ഒരു സൗഭാഗ്യം വരും. കാരണം സന്താന സ്ഥാനത്തേക്ക് ചന്ദ്രനും ശുക്രനും നോക്കുന്നു. ഗർഭം ധരിക്കുവാൻ യുവതികൾക്ക് അനുകൂലമായ സമയമാണ്. അതിന് ശ്രമിക്കുക. എല്ലാ കർക്കിടകം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.